ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമമായ ബോൺ നത്താലെ ഇന്ന് തൃശൂരിൽ 15,000-ഓളം ക്രിസ്മസ് പാപ്പാമാർ ബോൺ നത്താലയുടെ ഭാഗമാകും. ബോൺ നത്താലെ TCVയിൽ തത്സമയം. BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് MK വർഗീസ് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. സുനിൽകുമാറിന്റെ പ്രസ്താവനയെ വില കൽപ്പിക്കുന്നില്ലെന്ന് മേയർ MK വർഗീസ്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. പാർട്ടി പ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് പോലീസ് കാണുന്നതെന്ന് ആക്ഷേപം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. വാർത്തകൾ വിശദമായി. തൃശൂർ അതിരൂപതയും പൗരാവലിയും സംയുക്തമായി നടത്തുന്ന ബോൺ നത്താലെ ക്രിസ്മസ് പാപ്പ ഘോഷയാത്രയ്ക്കൊരുങ്ങി. തൃശൂർ 5 മണിക്ക് സെന്റ് തോമസ് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ബോൺ നത്താലെ സ്വരാജ് റൌണ്ട് ചുറ്റി സെന്റ് തോമസ് കോളേജിൽ സമാപിക്കും. അതിരൂപതയിലെ 110ഓളം ഇടവകകളിൽ നിന്നുള്ള 15,000-ഓളം ക്രിസ്മസ് പാപ്പാമാർ നൃത്തച്ചുവട് വയ്ക്കും. 21ഓളം നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയിൽ അകമ്പടിയേകും. 60 അടിയോളം നീളത്തിൽ ചലിക്കുന്ന LED ഏതൻ തോട്ടമാണ് ഇത്തവണത്തെ പ്രത്യേകത. ബോൺ നത്താലെ തീം ഗാനത്തിലും മാറ്റമുണ്ട്. ലൂർദ് പള്ളിയിലെ സഹവികാരി ഫാദർ അനു ചാലിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലെ ക്രിസ്മസ് ആഘോഷത്തിന് പരിസമാപ്തി കുറിച്ച് നടക്കുന്ന പാപ്പാ ഘോഷയാത്ര കാണാൻ ആയിരങ്ങൾ സ്വരാജ് റൌണ്ടിലേക്ക് ഒഴുകിയെത്തും. ബോൺ നത്താലെ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെതിരെ ആഞ്ഞടിച്ച് CPI നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ. BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് മേയർ MK വർഗീസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ചോറ് ഇവിടെയും കൂറവിടെയും എന്ന രീതിയാണിതെന്നും സുനിൽകുമാർ ആരോപിച്ചു. മേയറെ തുടരാൻ തീരുമാനിച്ചതാണ് പ്രശ്നമെന്നും LDFനെ പരോക്ഷമായി പഴിച്ചുകൊണ്ട് VS സുനിൽകുമാർ പറഞ്ഞു. BJPയുടെ സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ MK വർഗീസിനെ ക്രിസ്മസ് ദിനത്തിൽ സന്ദർശിച്ച് കേക്ക് കൈമാറിയിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് മേയർക്കെതിരെ തുറന്നടിച്ച് VS സുനിൽകുമാർ രംഗത്തെത്തിയത്. തനിക്കെതിരെയുള്ള VS സുനിൽകുമാറിന്റെ പ്രസ്താവനയെ വില കൽപ്പിക്കുന്നില്ലെന്ന് മേയർ MK വർഗീസ്. ക്രിസ്മസിന് സ്നേഹം പങ്കിടുന്നതിന്റെ ഭാഗമായാണ് തന്നെ സന്ദർശിച്ച BJP പ്രസിഡന്റ് K സുരേന്ദ്രനിൽ നിന്ന് കേക്ക് സ്വീകരിച്ചത്. താൻ പൂർണ്ണമായും ഇടതുപക്ഷത്തോടൊപ്പമാണ്. BJP പ്രസിഡന്റ് K സുരേന്ദ്രന്റെ ക്രിസ്മസ് ദിനത്തിലെ സന്ദർശനം ആസൂത്രിതമായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചവരോട് തന്നെ അതേപ്പറ്റി ചോദിക്കണമെന്നും മേയർ പറഞ്ഞു. പിന്നെ സുനിൽകുമാർ ഇപ്പോൾ MP ആണെങ്കിൽ MP ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം എന്താ BJP കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല? ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയെന്നാണ് ചരിത്രം. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പോൾ എന്തും പറയാം, കാരണം പുറത്താണ് നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്, അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇടതുപക്ഷത്ത് നിലനിൽക്കുന്ന ഒരാളാണത് പറയണേ. ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ. കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു, അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ? എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽകുമാർ ഒരു മേയർ, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ട്, അത് മേയർ പറഞ്ഞില്ല. ഞാൻ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ? ഞാൻ റോട്ടിലിറങ്ങി നിന്ന് പറയാൻ പറ്റൂ? ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ? ആകെ വന്നത് ആരാണ്? അദ്ദേഹം വന്നു. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോകുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ, എൻ്റെ രാഷ്ട്രീയം വേറെ. പക്ഷേ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യ മര്യാദ പിടിച്ചിരുത്തി ചായ കൊടുത്തു. ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സുനിൽകുമാറിന് എന്താണോ അങ്ങനെ തോന്നിയത്? ബാക്കി ആർക്കും പറഞ്ഞിട്ടുമില്ല, തോന്നിയിട്ടുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല.
ഇടതുപക്ഷത്തിന്റെ താൽപര്യമാണ് തന്റെ താൽപര്യം. മേയർ എന്ന പദവിയുടെ ചട്ടക്കൂടിനകത്ത് നിൽക്കുമ്പോൾ എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. അതിൽ രാഷ്ട്രീയ താൽപര്യം ആരോപിക്കുന്നത് തെറ്റാണെന്നും MK വർഗീസ് പറഞ്ഞു. അതേസമയം മേയർ BJP നേതാവിൽ നിന്ന് കേക്ക് സ്വീകരിച്ചതിൽ തെറ്റ് കാണാനാവില്ലെന്ന് കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടകുളത്തിയും CPI കൗൺസിലർ I സതീഷ് കുമാറും മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രിസ്മസ് കാലത്ത് സമുദായ നേതാക്കളെയും പ്രമുഖരെയും കാണുന്നതിൽ ആരും രാഷ്ട്രീയം കാണാറില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ചൊരുക്കാണ് VS സുനിൽകുമാറിന്. താൻ സുനിൽകുമാറിന്റെ വീട്ടിൽ പോയി ചായ കുടിച്ചിട്ടുണ്ടെന്നും സുനിൽകുമാർ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും K സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നിലപാടുകളും സൗഹൃദങ്ങളും വേറെ വേറെ കാണണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ്. തോട്ടം തൊഴിലാളികളും ബൈക്ക് യാത്രക്കാരും പുലിയെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലും പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പുതുക്കാട് എസ്റ്റേറ്റിലെ പാറയിടുക്കുകൾക്ക് സമീപം വനപാലകർ വെള്ളിയാഴ്ച ക്യാമറ സ്ഥാപിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തോട്ടങ്ങളിലും വനാതിർത്തിയിലും പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതായുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരാഴ്ച മുൻപ് തോട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം പാലപ്പിള്ളിയിലും വലിയകുളത്തും പശുക്കുട്ടികളെ ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് അധികൃതർ പറയുന്നു. വലിയകുളത്ത് തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം തുടർച്ചയായി 3 ദിവസമാണ് പുലിയിറങ്ങി പശുക്കുട്ടികളെ ആക്രമിച്ചത്. ഈ പ്രദേശത്ത് പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇന്ന് പുലിയെ കണ്ടു എന്ന് പറഞ്ഞ് ടാപ്പിംഗ് കാർ ഭയന്ന് ഓടുകയും നമ്മൾ ഫോറസ്റ്റിനെ വിവരം അറിയിച്ചത് പ്രകാരം ആ ഫോറസ്റ്റുകാർ വന്ന് പുലി പതുങ്ങി നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കണ്ടെത്തുകയും ആ ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പുലിയാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പുലി വന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല. എങ്കിലും നമ്മൾ പറഞ്ഞ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർ ഇന്ന് ഒരു ക്യാമറ ആ ഭാഗത്ത് സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് പുലി റോഡ് മുറിച്ചു കടന്നത് ബൈക്ക് യാത്രക്കാർ കണ്ടതായി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ 4 തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയിരുന്നു. പാലപ്പിള്ളിയിൽ വിവിധ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തൊഴിലാളി കുടുംബങ്ങളും യാത്രക്കാരും ആശങ്കയിലാണ്. TCV പുതുക്കാട്. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. പ്രതിനിധി സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ കടുത്ത ഭാഷയിലാണ് ചാലക്കുടി പോലീസിനെതിരെ അംഗങ്ങൾ ആഞ്ഞടിച്ചത്. പാർട്ടി പ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് പോലീസ് കാണുന്നത്. നിരവധി ദുരനുഭവങ്ങൾ പ്രവർത്തകർക്കുണ്ടായി. പാർട്ടി നേതൃത്വമാകട്ടെ വേണ്ടവിധം പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. DYFI, SFI പ്രവർത്തകരെ ചില പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരം പ്രകോപിപ്പിച്ചു. ഇതിന്റെ അനന്തരഫലമായിരുന്നു കഴിഞ്ഞ വർഷം ITA തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ. പോലീസ് ജീപ്പ് ആക്രമിക്കൽ തുടങ്ങിയ സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ ഇതിൽ നേതൃത്വം സ്വീകരിച്ച നിലപാട് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ ഡൽഹിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്നലെ രാത്രി ഡൽഹി എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ പ്രധാനമന്ത്രിയുടെ ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസും 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രയത്നിച്ച വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. വഴികാട്ടിയെയും ഉപദേഷ്ടാവിനെയും നഷ്ടമായെന്ന് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു. മൻമോഹൻ സിംഗിന്റെ നിര്യാണം രാജ്യത്തിന് തീരാ നഷ്ടമാണെന്നും ദീർഘവീക്ഷണത്തോടെ രാജ്യത്തെ നയിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്നും തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. ജയിലിൽ പോയിട്ടില്ല, പക്ഷേ ലോകമറിയുന്ന പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനായി. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി വന്നത്.
പിന്നീട് പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചത്. രാഷ്ട്രീയമായ അസ്ഥിരതകളുണ്ടായിട്ടും ആക്ഷേപങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ അതീതമായി തികർന്ന ദീർഘവീക്ഷണത്തോടെ രാജ്യത്തെ നയിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. പല രംഗങ്ങളിലും പല സന്ദർഭങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു ഓർമ്മ അദ്ദേഹം കേരള നിയമസഭയുടെ അങ്കണത്തിൽ മഹാത്മാഗാന്ധിജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഡോക്ടർ അംബേദ്കറുടെയും പ്രതിമകൾ അനാച്ഛാദനം ചെയ്യാൻ വന്ന സന്ദർഭമാണ്. സൗമ്യതയും വിനയവുമായിരുന്നു മൻമോഹൻ സിംഗിന്റെ മുഖമുദ്ര. വിജ്ഞാനത്തിനൊപ്പം ലാളിത്യവുമായിരുന്നു കൈമുതൽ. പ്രധാനമന്ത്രി പദം വരെ എത്തിയ മൻമോഹൻ സിംഗിന്റെ ജൈത്രയാത്ര അസാമാന്യമായ കഠിന പ്രയത്നത്തിന്റേതുകൂടിയാണ്. നിലവിലെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ജാക്കോൾ ജില്ലയിലെ ഗാഹ് ഗ്രാമത്തിൽ 1932 സെപ്റ്റംബർ 26 മൻമോഹൻ സിംഗിന്റെ ജനനം. പിതാവ് ഗുർമുഖ് സിംഗ് ഉണക്കപ്പഴങ്ങളുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു. ഗാഹിലെ സ്കൂളിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യാനന്തരം കുടുംബം അമൃത്സറിലേക്ക് കുടിയേറി. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും 1ാം റാങ്കോടെ പാസായി. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഉപരിപഠനം. 3 വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി സേവനമനുഷ്ഠിച്ചു. 1972 ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അദ്ദേഹം 1976 ധനമന്ത്രാലയം സെക്രട്ടറിയായി. ലോകം വലിയ സാമ്പത്തിക വെല്ലുവിളി നേരിട്ട മാന്ദ്യത്തിന്റെ കാലത്ത് 91 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി മൻമോഹൻ സിംഗ് ഇന്ത്യയെ നയിച്ചു. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി മൻമോഹൻ. തകർച്ചയിലേക്ക് നീങ്ങിയ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് ആ പരിഷ്കരണങ്ങൾ താങ്ങായി. മൻമോഹൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് വളർച്ചയുടെ പാതയായി. ആരോഗ്യം തളർന്നിട്ടും മൻമോഹൻ സിംഗ് കർമ്മനിരതനായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലാണ് 33 വർഷത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത്. TCV ന്യൂസ്, തൃശൂർ. നെല്ല് സംഭരണ തറവിലയിൽ വെട്ടിക്കുറച്ച പ്രോത്സാഹന തുക പുനഃസ്ഥാപിക്കാനും രാസവളത്തിന്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനവ് തടയാനും ആവശ്യപ്പെട്ട് കോൾ കർഷകർ സമരരംഗത്തേക്ക്. സമരപരിപാടിയുടെ ഭാഗമായി ഈ മാസം 31 കളക്ടറേറ്റിന് മുന്നിൽ കർഷകരുടെ കൂട്ടധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏനാമാവ്, ഇടിയഞ്ചിറ, കുത്തുമാക്കൽ, ഇല്ലിക്കൽ, കൊറ്റങ്കോട് എന്നീ റെഗുലേറ്ററുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി യന്ത്രവൽക്കരിക്കുക, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, കൃഷി വകുപ്പ് ശുപാർശ ചെയ്യുന്ന അളവിൽ കുമ്മായം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് കോൾ കർഷകർ സമരരംഗത്തിറങ്ങുന്നത്. കോൾ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA, ജനറൽ സെക്രട്ടറി KK കൊച്ചു മുഹമ്മദ്, മറ്റ് ഭാരവാഹികളായ KK രാജേന്ദ്രബാബു, ഗോപി കൊളങ്ങാട്ട്, NS അയൂബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് വഖഫ് ഭൂമി വിവാദത്തിൽ ഭൂവുടമകൾക്ക് ആശ്വാസം. ഭൂവുടമകളിൽ നിന്ന് നികുതി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് 37 കുടുംബങ്ങൾക്കാണ് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരുന്നത്. ചാവക്കാട്, ഒരുമനിയൂർ, ഗുരുവായൂർ താലൂക്കുകളിലെ 10 ഏക്കർ സ്ഥലം തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വില കൊടുത്ത് ഭൂമി വാങ്ങിയവർക്കുൾപ്പെടെ നോട്ടീസ് ലഭിച്ചിരുന്നു. പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ചാർത്തിക്കിട്ടിയ ഭൂമിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ വീട്ടുകാർക്കുൾപ്പെടെയാണ് നോട്ടീസ് ലഭിച്ചത്. കൊടകര വട്ടേക്കാട് അക്രമ സംഭവങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 13 പേരെ കൊടകര പോലീസ് കരുതൽ തടങ്കലിലാക്കി. ആളൂർ, കൊടകര, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ളവരെയാണ് ക്രമസമാധാന ലംഘനങ്ങൾ ഉണ്ടാകാതിരിക്കാനായി കരുതൽ തടങ്കലിലാക്കിയത്. മേഖലയിൽ കനത്ത പോലീസ് കാവൽ തുടരുന്നുണ്ട്. വ്യാഴാഴ്ച പുലർച്ചെയാണ് വീട് കയറി ആക്രമണത്തിൽ 2 യുവാക്കൾ കൊല്ലപ്പെട്ടത്.
ക്രിസ്മസ് ദിനത്തിൽ പാലയൂർ പള്ളിയിൽ കരോൾ തടസ്സപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സഹവികാരി ഫാദർ ആൻസൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട്, സെക്രട്ടറി ഷാജു വാഴപ്പറമ്പൻ, പാസ്റ്ററൽ കൌൺസിൽ അംഗം റീത്ത ജോർജ്, കൈക്കാരൻ ലിറ്റോ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. പാലയൂർ തീർത്ഥാടനത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നടന്ന കരോൾ ഗാനം തടഞ്ഞ ചാവക്കാട് എസ്ഐയുടെ നടപടിയിൽ കേരള കോൺഗ്രസ് പ്രതിഷേധിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, കേരള കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് ചിറമ്മേൽ തുടങ്ങിയവർ പള്ളി സന്ദർശിച്ചു. മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രയാസകരമാണ്. ബഹുമാനപ്പെട്ട പാർട്ടി പ്രസ്ഥാന കലാഭവൻ മണിയുടെ ഓർമ്മകൾ കുടികൊള്ളുന്ന വാഹനം ഇനി വായനാ വണ്ടി. ഈസ്റ്റ് ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിലേക്ക് മണി നൽകിയ മിനി ബസ്സാണ് വായന കളരിയാകുന്നത്. കാലഹരണപ്പെട്ട വാഹനം വർഷങ്ങളായി തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു. VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കണ്ടെത്തിയ ആശയമായിരുന്നു മണിച്ചേട്ടന്റെ വാഹനത്തെ സംരക്ഷിക്കൽ. ഒപ്പം വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് ഒരു ഉപാധിയും. താൻ പഠിച്ച വിദ്യാലയത്തിന് 2010 മണി ഒരു ബസ് സംഭാവനയായി നൽകിയത്. മണി തന്നെ വാഹനം ഓടിച്ച് ഉദ്ഘാടനവും നിർവഹിച്ചു. വാഹനത്തിന്റെ ഡീസൽ പണം നഗരസഭ വഹിച്ചത് തദ്ദേശ വകുപ്പിന്റെ ഓഡിറ്റിംഗിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതോടെ വാഹനത്തിന്റെ ബാധ്യത മുഴുവൻ അധ്യാപകരുടെ ചുമലിലായി. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ശമ്പളത്തിൽ നിന്നും പണം നൽകി 2018 വരെ വാഹനം നിരത്തിലിറക്കി. എന്നാൽ കോവിഡ് പിടിമുറുക്കിയ 2020 വാഹനം എന്നേക്കുമായി കട്ടപ്പുറത്തുമായി. തുരുമ്പെടുത്ത് നശിക്കുന്ന മിനി ബസിനെ സംരക്ഷിക്കുന്നതിന് ലളിതമായ പദ്ധതി തയ്യാറാക്കി NSS ക്യാമ്പിലെ കുട്ടികൾ അധ്യാപകർക്ക് മുന്നിലെത്തിച്ചപ്പോൾ അവർക്കും പൂർണ്ണ സമ്മതം. കുട്ടികൾ 200ഓളം പുസ്തകങ്ങൾ വാഹനത്തിനകത്ത് അടുക്കി വെച്ചാണ് വായനശാല ഒരുക്കിയത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു സഞ്ചരിക്കാത്ത പുസ്തക വണ്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. കൗൺസിലർ ഷിബു വാലപ്പൻ, പ്രോഗ്രാം ഓഫീസർ വിജീഷ് ലാൽ, സ്കൂൾ HM A ജയശ്രീ, PTA പ്രസിഡന്റുമാരായ ജോഫിൻ ജോസ്, VH ധനീഷ്, സ്കൂൾ ലീഡർമാരായ കൃഷ്ണജിത്ത്, നിയാഗ്രേസ്, ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ചാലക്കുടി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ജനുവരി 2 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 ദിവസം നീണ്ടുനിൽക്കുന്ന ആചാരാനുഷ്ഠാന ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം തന്ത്രിയും വേദ പണ്ഡിതന്മാരും മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവാതിര നാളുകളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടും ഒരുക്കും. ക്ഷേത്രം പ്രസിഡന്റ് KN ബാലകൃഷ്ണൻ, സെക്രട്ടറി C ഹരിദാസ്, മറ്റ് ഭാരവാഹികളായ E പ്രഭാകരൻ, ജയപ്രകാശ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മദ്യവിമോചന മഹാസഖ്യം ജനറൽ സെക്രട്ടറി KM മഞ്ജുഷ കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിക്കുന്ന വാഹന ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. KCBC മദ്യവിരുദ്ധ സമിതി തൃശൂർ അതിരൂപത ഡയറക്ടർ ഡോക്ടർ ഫാദർ ദേവസി പന്തലൂക്കാരൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KM മഞ്ജുഷ, നിർവാഹക സമിതി അംഗം പോൾ ചെവിടൻ, കോഴിക്കോട് DCC സെക്രട്ടറി അബ്ദുറഹിമാൻ, KCBC മദ്യവിരുദ്ധ സമിതി വൈസ് പ്രസിഡന്റ് TS എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അനുസ്മരണം നടത്തി. വൈസ് പ്രസിഡന്റ് KK മാത്യൂസ് അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി KR രാധിക, വേണു അമ്പലപ്പാട്ട്, PN അനിൽ, മുരളി വടക്കൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെളുത്തൂരിൽ MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. മാനവ് സംഗീത അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ കവി ഡോക്ടർ C രാവുണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നാരായണൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, സതീഷ് മാനവ്, കഥാകൃത്ത് ജയരാജ് മിത്ര തുടങ്ങിയവർ സംസാരിച്ചു. നേപ്പാളിൽ നടന്ന അഖിലേന്ത്യാ ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ആഷിൽ P ജോൺസന് യൂത്ത് കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കാലടി ശ്രീ ശങ്കര കോളേജ് BSc ഫിസിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് ആഷിൽ.
എറവ് ആറാം കല്ലിൽ മലമ്പാമ്പിന്റെ ശല്യം പതിവാകുന്നു. ഒരാഴ്ചക്കിടെ 2 മലമ്പാമ്പുകളെയാണ് മുനയം റോഡിൽ നിന്ന് പിടികൂടിയത്. തണ്ടാമ്പറമ്പിൽ ഓമനക്കുട്ടന്റെ വീട്ടിലെ വിറകുപുരയിൽ നിന്നാണ് ചൊവ്വാഴ്ച 8 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. വ്യാഴാഴ്ച തോപ്പിൽ രാധികയുടെ വീടിന്റെ ഉമ്മറത്ത് നിന്ന് മറ്റൊരു മലമ്പാമ്പിനെയും കണ്ടെത്തി. സ്നേക്ക് ക്യാച്ചർ ടൈറ്റസ് കുന്നത്തങ്ങാടിയാണ് പാമ്പിനെ പിടികൂടിയത്. പ്രശസ്ത മലയാളി നാടക സംവിധായകനും സീനോഗ്രാഫറുമായ ദീപൻ ശിവരാമന്റെ ഉറുബോയ് നാടകത്തിന് വേദിയാകുകയാണ് കൊടകരയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയം. ഇതാദ്യമായാണ് ദീപൻ ശിവരാമന്റെ നാടകം ജന്മനാട്ടിൽ അരങ്ങേറുന്നത്. മറ്റത്തൂരിലെ വാസുപുരം ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ദീപൻ ശിവരാമൻ ശ്രദ്ധേയമായ ഒട്ടേറെ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള കലാകാരനാണ്. സീനോഗ്രാഫർ എന്ന നിലയിലും ദീപൻ പ്രശസ്തനാണ്. താൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക നാടകങ്ങളിലും സീനോഗ്രാഫി നിർവഹിച്ചിട്ടുള്ളതും ദീപൻ തന്നെയാണ്. ഈ മാസം 28 മുതൽ 30 വരെയാണ് കൊടകരയിൽ ദീപൻ ശിവരാമന്റെ ഉംബ്രോയ് നാടകം അവതരിപ്പിക്കപ്പെടുന്നത്. കൊടകര ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നാടകം അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഈ കലാകാരന് ജന്മനാട് നൽകുന്ന ആദരവ് കൂടിയായി മാറുകയാണെന്ന് നാടകത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VP ലിസൺ പറയുന്നു. പ്രസിദ്ധമായ നാടകങ്ങളിലൂടെ ലോകത്തിന്റെ മനസാക്ഷിയെ സ്വാധീനിക്കുന്ന വിധത്തിൽ നാടക സങ്കല്പത്തെ പൊളിച്ചെഴുതിയ നാടക പ്രവർത്തകനാണ് ദീപൻ ശിവരാമൻ. ഖസാക്കിന്റെ ഇതിഹാസം, സ്പൈനൽ കോഡ്, പിയർ ഗന്റ് തുടങ്ങിയിട്ടുള്ള വിവിധ നാടക സങ്കല്പങ്ങൾ മലയാളിയെ ലോകത്തെ പരിചയപ്പെടുത്തിയ ദീപന്റെ ഏറ്റവും പുതിയ പ്രസക്തമായ നാടകമാണ് ഉബുറോയ്. 1.25 നൂറ്റാണ്ട് മുൻപ് ഫ്രഞ്ച് എഴുത്തുകാരൻ ആൽഫ്രഡ് ജാരി രചിച്ച വിഖ്യാത നാടകത്തിന്റെ പുനരാഖ്യാനമാണ് ഓക്സിജൻ തിയേറ്റർ കമ്പനിയുടെ ഉംബ്രോയ് എന്ന വ്യത്യസ്ത നാടകം. കേരളത്തിൽ ഇതുവരെ 3 വേദികളിൽ മാത്രം അരങ്ങേറിയ ഉംബ്രോയ് മധ്യകേരളത്തിൽ ആദ്യമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 18 അഭിനേതാക്കളാണ് നാടകത്തിലുള്ളത്. ജെയിംസ് ഏലിയ, കെ ഗോപാലൻ, കല്ലു കല്യാണി, CR രാജൻ, ജോസ് പി റാഫേൽ തുടങ്ങി പ്രഗത്ഭ തിയേറ്റർ കലാകാരന്മാർ ഇതിൽ വേഷമിടുന്നു. വോളിബോൾ കോർട്ടിന്റെ ആകൃതിയിൽ ഇരുവശത്തും ഗാലറിയോടുകൂടിയ വേദിയിലാണ് നാടകം അരങ്ങേറുന്നത്. ഗാലറിയിലിരുന്ന പ്രേക്ഷകർക്ക് നാടകം ആസ്വദിക്കാൻ കഴിയും. ഗാലറിയുടെ നിർമ്മാണം ഇതിനകം കൊടകരയിലെ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 1000 പേർക്ക് വീതം നാടകം ആസ്വദിക്കാവുന്ന രീതിയിലാണ് വേദി ഒരുക്കിയിട്ടുള്ളത്. ഒരു വോളിബോൾ കോർട്ടിന്റെ ഘടനാരൂപം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നാടകം അവതരിപ്പിക്കുക എന്ന ഏറ്റവും ആധുനികമായ പരീക്ഷണം ഒരു നാടക സങ്കല്പത്തിന്റെ സാധാരണ ചിട്ടവട്ടങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് പുതിയൊരു നാടകാവതരണ ശൈലി ദീപൻ ശിവരാമന്റെ നാടകങ്ങളിൽ പൊതുവിലുണ്ട്. 1000 പേർക്ക് കാണാവുന്ന, ഗാലറിയിലിരുന്ന് നാടകം കാണാവുന്ന പുതിയ ഒരു സങ്കല്പം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇറ്റ്ഫോക്ക് 2023 ക്യൂറേറ്ററായിരുന്ന ദീപൻ ശിവരാമൻ ഇതിനകം സംവിധാനം ചെയ്തിട്ടുള്ള നാടകങ്ങളെല്ലാം തന്നെ ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ളവയാണ്. ഉംബ്രോയ്ക്ക് പുറമെ സ്പൈനൽ കോഡ്, പിയർ ജിൻ, ദി ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗിരി, ഖസാക്കിന്റെ ഇതിഹാസം തുടങ്ങിയവയാണ് ദീപന്റെ സംവിധാനത്തിലും സീനോഗ്രാഫിയിലും അവതരിപ്പിക്കപ്പെട്ട ശ്രദ്ധേയമായ നാടകങ്ങളിൽ ചിലത്. TCV ന്യൂസ്, കൊടകര. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും കർമ്മശ്രീ പുരസ്കാര വിതരണവും ഞായറാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 200ഓളം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. 1 കോടി രൂപയുടെ ചികിത്സാ ഫണ്ട് സ്വീകരിക്കലും ചടങ്ങിൽ നടക്കും. എഴുത്തച്ഛൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി A. കുമാരൻ, മറ്റ് ഭാരവാഹികളായ PR ബാബു, PN രാമൻകുട്ടി, TR ജയചന്ദ്രൻ, CB മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഡീക്കൻ ബ്രിൽവിൻ ഒലക്കേങ്കിൽ പൗരോഹിത്യ സ്വീകരണ കർമ്മം നടന്നു. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബ്രിൽവിൻ ഒലക്കേങ്കിൽ പ്രഥമ ദിവ്യബലി അർപ്പണം നടത്തി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഒറ്റപ്പാലം മുളഞ്ഞൂർ മോൺസ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അജീഷ് നാരായണന്റെ തമ്പ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നോവലിസ്റ്റ് ഇന്ദുബാലയ്ക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് അധ്യാപകൻ CK മോഹൻദാസ്, KK രാജീവ്, അജീഷ് നാരായണൻ, സുജിത് ശിവദാസൻ, സുർജിത് ഹരിഗോവിന്ദ് എന്നിവർ സംസാരിച്ചു.
ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസം നീളുന്ന നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി, നാടക സംവിധായകൻ ടി വി ബാലകൃഷ്ണൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ്, നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ, കൺവീനർ മസൂദ് കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. 10 നാടകങ്ങൾ അരങ്ങിലെത്തുന്ന നാടകോത്സവം ഈ മാസം 30-ന് സമാപിക്കും. ഒല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ CP പോളി അധ്യക്ഷത വഹിച്ചു. ശോഭന പുഷ്പാങ്കദൻ, ഡോക്ടർ ദീപ, കൌൺസിലർ കരോളിൻ തുടങ്ങിയവർ പങ്കെടുത്തു. SNS ചന്ദ്രാപിന്നിയുടെ 55ാമത് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. കൈപ്പമംഗലം SI മുഹമ്മദ് സിയാദ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുമൻ കുമാർ പണിക്കശ്ശേരി, സെക്രട്ടറി ലോഹിതാക്ഷൻ കൊല്ലാശ്ശേരി, സുരേഷ് കുമാർ മേനോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ 2-നെതിരെ 3 സെറ്റുകൾ നേടി SNSC ചന്ദ്രാപിന്നി ജേതാക്കളായി. നമ്പർ 14 എഴുത്തുകാരനും ജ്ഞാനപീഠ ജേതാവുമായ MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. MT എന്ന 2 അക്ഷരത്തിലൂടെ വിശ്വസാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിന് ഇടം നേടിക്കൊടുത്ത മഹാസാഹിത്യകാരനാണ് MT വാസുദേവൻ നായരെന്ന് MTയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒട്ടനവധി കൃതികളും സിനിമകളും MT നമുക്ക് സമ്മാനിച്ചുവെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. അർഹതയുണ്ടായിട്ടും അംഗീകാരം നേടാൻ കഴിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെയെങ്കിലും MTയുടെ ഓരോ കൃതിയിലും കാണാൻ കഴിയുമെന്ന് അധ്യക്ഷത വഹിച്ച മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. ഭരണാധികാരികളെപ്പോലും തന്റെ പക്കലേക്ക് ആകർഷിച്ച് സാഹിത്യകാരന്റെ അഭിമാനമുയർത്തിയ എഴുത്തുകാരനും തിരക്കഥാകൃത്തും പത്രാധിപരുമൊക്കെയായിരുന്നു MT എന്നും TV ചന്ദ്രമോഹൻ വിശേഷിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സേതുമാധവൻ, ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, ഡോക്ടർ അജിതൻ മേനോത്ത്, PL ജോമി, അനിൽ സാമ്രാട്ട് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ VA വർഗീസ്, രാമചന്ദ്രൻ പുതൂർക്കര, ബേബി മൂക്കൻ, AM ജെയ്സൺ, K രാമനാഥൻ, അബി വർഗീസ്, വിനീഷ് തയ്യിൽ, ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. അരിമ്പൂർ കൂട്ടാല മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. തെയ്യം, സഹസ്രവിളക്ക്, മന്നം കാവടി എന്നിവ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. ആഘോഷ ചടങ്ങുകൾക്ക് കമ്മിറ്റി ഭാരവാഹികളായ സുരേഷ് ചക്കുംകുമരത്ത്, ശശികുമാർ പാലുശ്ശേരി, സന്തോഷ് തെക്കേപ്പുള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഓമന തോമസ് അധ്യക്ഷത വഹിച്ചു. PU സുജാത, MC ബൈനി, ദിവ്യ വിനയൻ, MP റാഫി എന്നിവർ സംസാരിച്ചു. കോടാലി അമ്പനോളി സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ആഷിൽ കൈതാരൻ സഹകാർമ്മികനായി. ജനുവരി 4, 5 തീയതികളിലാണ് തിരുനാൾ. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന്
7,130 രൂപ, പവന് 57,040 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,230 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമമായ ബോൺ നത്താലെ ഇന്ന് തൃശൂരിൽ. 15,000-ഓളം ക്രിസ്മസ് പാപ്പാമാർ ബോൺ നത്താലയുടെ ഭാഗമാകും. ബോൺ നത്താലെ TCVയിൽ തത്സമയം. BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് MK വർഗീസ് ക്രിസ്മസ് കേക്ക് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. സുനിൽകുമാറിന്റെ പ്രസ്താവനയെ വില കൽപ്പിക്കുന്നില്ലെന്ന് മേയർ MK വർഗീസ്. പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് പോലീസിനെതിരെ രൂക്ഷ വിമർശനം. പാർട്ടി പ്രവർത്തകരെ ശത്രുക്കളെ പോലെയാണ് പോലീസ് കാണുന്നതെന്ന് ആക്ഷേപം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.